ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്കാൽപ്പ് മൊത്തം ഹെയർ ഡൈ ചെയ്യുന്നത് എന്നുള്ളത്. നേരത്തെ ഹെയർ ഡൈയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഏത് കളർ ഉപയോഗിച്ചാലാണ് നമ്മുടെ ഹെയറിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ കിട്ടുന്നത്. അപ്പോൾ ആ കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ മുഴുവൻ ഹെയറും ഡൈ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അതാണ് കാണിക്കുന്നത്. അപ്പോൾ മുഴുവൻ ഹെയർ എന്ന് പറയുമ്പം നമ്മുടെ ലെങ്ത് വൈസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കാൽപ്പ് മൊത്തം എങ്ങനെയാണ് മുഴുവൻ ഹെയർ ഡൈ ചെയ്യുന്നതെന്ന്. കാരണം ലെങ്ത് വൈസ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. അത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനന്റ് കളറാണ്. നമ്മുടെ ഹെയർ നീളുന്നതനുസരിച്ച് ആ കളർ ഇങ്ങനെ താന്നു വന്നോളും. ലെങ്ത് വൈസ് കുഴപ്പമില്ല. നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണല്ലോ ഹെയർ വളരുന്നത്. അപ്പോൾ റൂട്ടിന്റെ ആ ഭാഗത്തു നിന്ന് കളർ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ റൂട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചത് നമ്മുടെ ക്രൗൺ ഏരിയ മാത്രം ചെയ്യുന്നതാണ്. അപ്പം ഞാൻ മോസ്റ്റ്ലി ക്രൗൺ ഏരിയ ആണ് ചെയ്യുന്നത്. നമ്മുടെ മുഴുവൻ ഹെയർ ചെയ്യണമെങ്കിൽ, അതായത് സ്കാൽപ്പ് മൊത്തം ചെയ്യുന്നത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഒരു 1.5 മാസം കൂടുമ്പോഴൊക്കെയാണ് മൊത്തം കവർ ചെയ്ത് ഞാൻ ഹെയർ ഡൈ ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ ഈ ക്രൗൺ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു ഭാഗം മാത്രം റൂട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്ന് നമുക്ക് മൊത്തം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു കൂടുതലും പേര് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഡൈ ചെയ്യുന്നതിൻ്റെ കാര്യം സ്വയം ഇത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാവും. ബാക്ക് സൈഡിലോട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. എങ്ങനെയാണ് ഇത് കാണാതെ എങ്ങനെയാണ് കളർ ശരിക്കും അപ്ലൈ ചെയ്യുന്നത്, എല്ലാ ഹെയറിലും പിടിക്കുമോ, അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ കാരണമാണെന്ന് തോന്നുന്നു കൂടുതലും പേര് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്കും ഈസി ആയിട്ട് ആരുടെ സഹായം ഇല്ലാതെ മുഴുവൻ ഹെയറും ഡൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കളേഴ്സ് ഇതൊക്കെയാണ്. ഗാർണിയറിൻ്റെ 3 ഡാർക്കസ്റ്റ് ബ്രൗണും 6.60 ഇൻറ്റൻസ് റെഡും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് എങ്ങനെയാണ് കളർ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ബ്രൗൺ എന്നുള്ളത് ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് കുറച്ചുകൂടെ റെഡിഷ് കളർ കൂടുതൽ കിട്ടും. ബ്രൗൺ ആണെങ്കിൽ മുടിക്ക് കുറച്ചുകൂടെ ബ്രൗൺ കളർ കൂടുതൽ കിട്ടും. അപ്പം ഇത് മിക്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ റെഡിഷ് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടതെങ്കിൽ ഈ കളർ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. അത് വേണ്ട, ബ്രൗൺ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടതെങ്കിൽ ഈ കളർ കൂടുതൽ ചേർക്കാം. അപ്പം ഞാനിപ്പം ഈ റെഡിഷ് കളർ അല്പം കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പം എനിക്ക് ഒരു റെഡിഷ് ബ്രൗൺ വരുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മുടെ മുടി നല്ല ഹൈലൈറ്റ് ചെയ്ത പോലത്തെ ഒരു കളർ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഹെയർ കളർ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇത് എവിടെ കിട്ടും എന്നുള്ളത്. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട്, പക്ഷേ പലരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ ലേഡീസ് സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ഈ കളർ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല, എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പം ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗാർണിയറിൻ്റെ ഈ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും അല്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഒരു ബൗള് വേണം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗള്, ഒരു ബ്രഷ്, പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൗസാണ്. പിന്നെ ഞാൻ 2 ഹെയർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഹെയർ ക്ലിപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മുടി വെറുതെ വകഞ്ഞു വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ള കളറുകൾ എടുത്തിട്ട് രണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യണം, അലർജി ടെസ്റ്റ് ചെയ്തോണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഇതിന് അലർജി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ തലയിൽ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്ന് പോയിട്ടുണ്ട്, നെറ്റിയിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡൈ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരിക്കലെങ്കിലും നമുക്ക് അലർജി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ 2 ഹെയർ കളറും എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഓരോന്നും നമുക്ക് ആവശ്യമുള്ള അത്ര അളവിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്രീമും ഡെവലപ്പറും 1:1 എന്നുള്ള ഒരു കോമ്പിനേഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കളറും നമ്മൾ ആവശ്യത്തിനുള്ളത് എടുക്കുക. നിങ്ങൾക്ക് റെഡിഷ് ബ്രൗൺ ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് നിൽക്കുന്നതെങ്കിൽ അത് കൂടുതൽ എടുക്കുക, ബ്രൗൺ ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് കൂടുതൽ നിൽക്കുക. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നാച്ചുറൽ കളർ മുടിക്ക് മതിയെങ്കിൽ 2 കളറും ഒരേപോലെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്, കാരണം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മൈക്ക് ഓഫ് ആയിപ്പോയേ. ഞാൻ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പ്ലേ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മൈക്ക് ഓഫ് ആയിപ്പോയെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ട്യൂബിൽ ഒരു 3 അടയാളങ്ങളുണ്ട്, 3 പോർഷനായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു 3-1 ഭാഗം എടുത്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ അത്രയൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹെയറിന് നമുക്ക് ഓരോ പ്രാവശ്യം എത്ര അളവ് വേണം അത്ര അളവ് മാത്രം എടുത്താൽ മതി. കാരണം കറക്റ്റ് നമ്മളിപ്പോൾ 3-1 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ റൂട്ട് ടച്ചപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കത് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ഡൈ ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ മുടി 2ആയിട്ട് പകുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തലേദിവസം തന്നെ ഹെയർ ഒന്ന് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ഈ ഹെയർ ഡൈ നന്നായിട്ട് നമ്മുടെ മുടിയിലേക്ക് പിടിക്കും. അപ്പോൾ മുടി 2 പോർഷനായിട്ട് തിരിച്ചിട്ട് ഒരു സൈഡ് നമുക്ക് ക്ലിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡ് ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് വരെ വകച്ചിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വകച്ചിലയിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ പോർഷനായിട്ട് വീണ്ടും മുടിയെടുത്ത് താഴെ വരെ വകച്ചിലെടുത്ത് ആ എടുക്കുന്ന മുടി മറ്റേ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ കണ്ടോ, നമുക്ക് ബാക്ക് സൈഡ് ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് മറ്റേ കൈ കൊണ്ട് നമ്മൾക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ ആ വകച്ചിലെടുത്തിരിക്കുന്ന ഭാഗം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ചീപ്പ് കൊണ്ട് നന്നായിട്ട് ചീവി മാറ്റി വെക്കണേ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ ആ വകച്ചിലയിലേക്ക് നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമുക്ക് ഓൾറെഡി കണ്ണാടി തന്നെ കാണാമല്ലോ. വീണ്ടും നമുക്ക് അങ്ങനെ ചെറിയ പോർഷനായിട്ട് മുടി വകഞ്ഞെടുക്കുക. എന്നിട്ട് താഴെ വരെ അങ്ങനെ ചെയ്യുക. അപ്പോൾ അതൊരു മെത്തേഡ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഫുൾ ഹെയറും അങ്ങനെ താഴെ വരെ വകച്ചിലെടുത്ത് വകഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതൊരു മെത്തേഡ്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 പോർഷൻ അങ്ങനെ താഴെ വരെ വകച്ചിലെടുത്ത് ചെയ്തതിന് ശേഷം ബാക്കി ഹെയർ നമുക്ക് ഇതുപോലെ അങ്ങ് താഴെ വരെ വകച്ചിലെടുക്കാതെ ഒരു പകുതി വരെ വകച്ചിലെടുത്ത് ഈ ക്രീം അപ്ലൈ ചെയ്താൽ മതി. കാരണം നമ്മൾ കുറേ ഭാഗം താഴെ വരെ ചെയ്തതുകൊണ്ട് ഇനി നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ വകഞ്ഞ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് പറയുന്നതിനും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ നമ്മളിതിപ്പോൾ ചെയ്യുമ്പം ഞാനിപ്പോൾ ജസ്റ്റ് ആ റൂട്ട് മാത്രം എനിക്ക് ഒന്ന് ചെയ്ത് വിട്ടാൽ മതി. കാരണം എൻ്റെ ചെയ്തിട്ട് അധികം നാളാവാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേ ഹെയർ കുറേ കൂടെ താഴോട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് ഈ കളർ തേച്ച് കൊടുക്കുക. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ കുറേ പോർഷൻ താഴെ വരെ വകച്ചിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് വകച്ചിലെടുത്ത് അങ്ങ് വരുമ്പോഴത്തേക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. കുറച്ച് ഭാഗമേ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഏറ്റവും പ്രധാനം നമ്മൾ മുടി ചെറിയ പോർഷൻസ് ആക്കി ചീപ്പ് കൊണ്ട് ഈരി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഒതുങ്ങിയിരിക്കും മുടി. അപ്പോൾ നമുക്ക് ബാക്കി മുടിയിലോട്ട് അത് ചെയ്യാനായിട്ട് എളുപ്പം വരും. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഈ ചീപ്പ് കൊണ്ട് അങ്ങ് ചീവി വിടുമ്പോഴത്തേക്കും ബാക്കി സ്ഥലത്തേക്കും കൂടെ ആ ക്രീം അങ്ങ് അപ്ലൈ ആയിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ബാക്ക് സൈഡ് നമുക്ക് വളരെ കുറച്ചേ ഇനി ചെയ്യാനായിട്ടുള്ളൂ.
ഒരുപാട് ലെങ്ത് ഹെയർ ഉള്ളവർക്ക് ഇങ്ങനെ ചീവി മാറ്റി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും, മുടി ചെട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞേച്ച് നമുക്ക് മുടിയൊന്ന് ചീപ്പ് വെച്ച് ചീവി കൊടുക്കാം. എൻ്റെ മുടി ലെങ്ത് കുറവായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ, ജട പിടിക്കുകയൊന്നുമില്ല. ഇനി മറ്റൊരു മെത്തേഡ്, നമുക്ക് ഇങ്ങനെ ഒരു കണ്ണാടി, നമ്മുടെ ബാക്കിൽ ഒരു കണ്ണാടി വെച്ചിട്ട് ഫ്രണ്ടിൽ നമ്മൾ വേറൊരു കണ്ണാടി പിടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തലയുടെ ബാക്ക് സൈഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കി നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത പോലെ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് അപ്ലൈ ആകാത്തതുണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഫുൾ ഹെയറും നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് സമയം എടുക്കേണ്ടി വരും. കാരണം ഓരോ പോർഷനും എടുത്ത് നമ്മൾ ഇങ്ങനെ ബാക്ക് സൈഡിലെ കണ്ണാടി നോക്കി ഓരോ പോർഷനും നോക്കി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സമയം എടുക്കും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞേച്ച് വേറൊരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയൊന്ന് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ ആ ഹെയർ ഡൈ അപ്ലൈ ചെയ്തെടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പം ഏതെങ്കിലും ഭാഗത്ത് ഡൈ അപ്ലൈ ആയിട്ടില്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൂടി അത് സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പേൽ മൊത്തം ആകുമല്ലോ എന്നൊന്നും പേടിക്കുകയൊന്നും വേണ്ട, അങ്ങനെയൊന്നും പറ്റത്തില്ല. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എൻ്റെ സ്കാൽപ്പേൽ ഇത് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. കണ്ടോ, സ്കാൽപ്പൊക്കെ നന്ന ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഗ്രേ ഹെയറിലെല്ലാം ക്രീം അപ്ലൈയും ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ പോർഷനും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞ ഈ വോയിസ് ഓവർ ചെയ്ത് എനിക്ക് ഒട്ടും ഒരു ഇത് സുഖം തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നില്ല. ഇതിപ്പോൾ കളർ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇത്ര മിക്സ് ചെയ്തിട്ട് ഇത്ര നേരം ആയപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ആക്ച്വൽ കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആ കളർ ഇപ്പം മാറി വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറേ നാൾ കൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ് എനിക്ക് കുറേ പ്രാവശ്യം എടുക്കേണ്ടി വന്നു ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാൻ വേണ്ടി. ഇങ്ങനെയൊന്നും വീഡിയോ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ കുറേ പ്രാവശ്യം പറഞ്ഞാണ് കുറച്ചൊന്ന് ശരിയായത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവസാനം എൻ്റെ മൈക്കും പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അവസാനം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൗണ്ട് ഇല്ലാണ്ട് പോയല്ലോ എന്നോർത്ത്. അപ്പം പിന്നെ ഓർത്തു ഇനിയിപ്പം പുതിയൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഇനിയിപ്പം 1 മാസമൊക്കെ കഴിയണം ഞാൻ ഫുൾ ഹെയർ ഒന്ന് ഡൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ പിന്നെ ഏതായാലും ഇത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സംസാരിക്കുന്നതിലല്ലല്ലോ കൂടുതൽ കാര്യം, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സ്കാൽപ്പയിലോട്ട് അധികം പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ സ്കാൽപ്പയിലൊന്നും അധികം പിടിക്കത്തില്ല എന്ന് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. പിന്നെ നമ്മളിത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പോവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ഭാഗം കണ്ണാടി നോക്കി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ അങ്ങ് അപ്ലൈ ചെയ്ത് വെക്കും. പക്ഷേ ബാക്കിലേക്ക് നമ്മൾ അത്രയും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നാലും ബാക്ക് സൈഡിലേക്ക് ഒട്ടും പിടിക്കത്തില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ സെക്കൻഡ് മെത്തേഡിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ഭാഗം താഴെ വരെ വകച്ചിലെടുത്തു, അതിനുശേഷം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് കുറേ ഇങ്ങോട്ട് സൈഡിലേക്ക് വകച്ചിലെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. ചെറിയ പോർഷനായിട്ട് എടുത്ത് നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ണാടിയിലേക്ക് നല്ലപോലെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ വ്യൂ കിട്ടും ഇത് കളർ ചെയ്യാനായിട്ടും. നമ്മളൊരു 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ് തന്നെ ചെയ്യാനായിട്ട്. ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തുള്ളൂ. മുടി നന്നായിട്ട് വകച്ചിലെടുത്ത് സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ലെങ്ത് ഉള്ള മുടിയൊക്കെ ആണെങ്കിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം ആ മുടി എല്ലാം എടുത്ത് മാറ്റി വെക്കണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ജട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സൈഡും നമ്മൾ ഹെയർ ഡൈ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ സൈഡും കൂടെ ഒന്ന് കോംബ് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം.
ഈ മസാജ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഹെയർ ഓയിലോട്ടും ഈ ക്രീം ഒന്ന് അപ്ലൈ ആയെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാട്ടോ. അതിനുശേഷം നമുക്ക് മുടി കോംബ് ചെയ്ത് കെട്ടി വെക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യാമെന്നാണ് ഇതിനകത്ത് ഇവർ പറയുന്നത്. പക്ഷെ ഞാനൊരു 3/4 മണിക്കൂർ വെച്ചേക്കാം. അതിനുശേഷമാണ് വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ വാഷ് ചെയ്യുമ്പം ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാറില്ല. കാരണം ഈ ക്രീം ഓൾറെഡി ഷാമ്പൂ ബേസ്ഡ് ആണ് ഈ ക്രീം. അപ്പം കഴുകുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ വെറുതെ അങ്ങ് കഴുകുമ്പോൾ തന്നെ അങ്ങ് പൊക്കോളും. എന്നിട്ട് അടുത്ത ദിവസമാണ് ഞാൻ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഷാമ്പൂ ഇട്ടിട്ടില്ല, കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കുക, എൻ്റെ സ്കാൽപ്പിലൊന്നും ഒട്ടും പറ്റിയിട്ടില്ല. പക്ഷേ ഗ്രേ ഹെയറിലൊക്കെ നന്നായിട്ട് കളർ പിടിച്ചിട്ടുമുണ്ട്. ഇപ്പം ഞാൻ റെഡിഷ് ബ്രൗൺ കളർ കൂടുതൽ ഇട്ടതുകൊണ്ട് ആ ഒരു കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ ഒന്നും ഒട്ടും കളർ പിടിച്ചിട്ടില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ സ്കാൽപ്പിലൊന്നും പിടിക്കത്തില്ല എന്ന്. പിന്നെ ആ സ്കാൽപ്പിൻ്റെ അവിടെ റെഡിഷ് കാണുന്നത് ഞാൻ ആ കളർ കൂടുതൽ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ബ്രൗൺ കളറാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ബ്രൗൺ കളർ കുറച്ച് മറ്റേതിനേക്കാളും കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.